ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങളൊരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റേഷന് വേണ്ടി ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റേഷൻ നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ അത് നടക്കും എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സയൻസ് പറയാം. സോ ഇനി പറയാൻ പോകുന്ന സയൻസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പ് ടെക്നിക്ക് വർക്കിംഗ് ആണ്. മാത്രമല്ല നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ആഗ്രഹം നടക്കാൻ പോകുന്നു എന്നുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് സയൻസ് എന്നുള്ളത് നോക്കാം. ഒന്നാമതായി, നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ്, എസ്പെഷ്യലി 3 ഏഞ്ചൽ നമ്പേഴ്സ് റിപ്പീറ്റേറ്റീവ് ആയി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് റാൻഡം ആയിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിലാണ്, വളരെ എക്സ്പെക്റ്റഡ് ആയി അല്ലെങ്കിൽ അത് കാണണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്പേഴ്സ് കാണുന്നതല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതൊക്കെ ആയിരിക്കും ഈ നമ്പേഴ്സ് കാണുന്നത്. അതിൽ ഒന്നാമത്തെ നമ്പറാണ് 111 എന്നുള്ളത്. രണ്ടാമത്തെ നമ്പർ 222. അതുപോലെ തന്നെ മൂന്നാമത്തെ ഏഞ്ചൽ നമ്പറാണ് 717. സോ ഈ 3 ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ റിപ്പീറ്റ്ലി കാണുന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ സൈന്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയുമായിട്ട്, ഒരു പക്ഷെ ബ്രേക്കപ്പ് ആയ വ്യക്തി ആയിരിക്കാം, ഇപ്പൊ നിലവിൽ റിലേഷൻഷിപ്പ് ഒന്നും ആക്റ്റീവ് ആയിരിക്കില്ല, എന്നിരുന്നാലും ആ വ്യക്തിയുമായിട്ട് ഒരു പാച്ചപ്പ് പോസിബിൾ ആണ്, അല്ലെങ്കിൽ ഒരു റീയൂണിയൻ പോസിബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് സാധ്യമാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാമത്തെ സൈൻ ഈ 3 ഏഞ്ചൽ നമ്പേഴ്സ് റിപ്പീറ്റ്ലി കാണും. ഈ രണ്ടാമത്തെ പോയിന്റ് നോക്കുന്നതിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾക്ക് വേണ്ടിയും സോ ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. രണ്ടാമത്തെ ഒരു സൈൻ ആണ്, ആ ഒരു വ്യക്തിയെ നിങ്ങൾ ഡ്രീം കാണാൻ തുടങ്ങും. ഒരു പക്ഷേ നിങ്ങൾ ആ വ്യക്തിയെ കുറിച്ച് സംസാരിച്ചതായിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോക്ക് വന്നിട്ടോ ഒന്നും ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ആ വ്യക്തിയെ കണ്ടിട്ടുണ്ടായിരിക്കില്ല, ആ വ്യക്തിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് അവരെ കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ഇത്തരത്തിൽ അവരുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തോട്ടും നിങ്ങൾക്ക് പോയിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ നിങ്ങൾ ആ വ്യക്തിയെ ഡ്രീം കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ കണ്ടിന്യൂസ് ആയി കാണണം എന്നൊന്നുമില്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ആ വ്യക്തിയെ കുറിച്ചുള്ള ഓർമ്മകൾ വരിക അല്ലെങ്കിൽ ഡ്രീം കാണുക, ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു റീയൂണിയൻ നടക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ രണ്ടാമത്തെ സൈൻ. മൂന്നാമത്തെ സൈനാണ് ഓൾഡ് മെമ്മറീസ്. ആ ഒരു പെർട്ടിക്കുലർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ള ഓൾഡ് മെമ്മറീസ്, സ്ട്രോങ് ഇമോഷൻസ് വെച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വീണ്ടും വരുന്നു എന്നുള്ളത്. അതായത് നിങ്ങൾക്ക് ആ വ്യക്തിയെ കുറിച്ച് ഓർമ്മകൾ വരിക, അതും പഴയ കാര്യങ്ങളാണ് നിങ്ങൾ ഓർക്കുന്നത്. ഒരുപക്ഷെ അവരെന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്ത ഏതെങ്കിലും ടൈം ആയിരിക്കാം. അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അവർ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ, അവരുടെ ഫേസ്, ഇത്തരത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ടുള്ള ഓർമ്മകൾ, ആ മെമ്മറീസ് നിങ്ങളിലേക്ക് വീണ്ടും വരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഓർമ്മ വരുന്നു. അതും ആ ഒരു സ്ട്രോങ് ഇമോഷൻസിൽ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അതാണ് മൂന്നാമത്തെ ഒരു സൈന്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റീയൂണിയൻ സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അതിനൊരു പോസിബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഇനി നാലാമത്തെ ഒരു കാര്യമാണ്, ഒരു പക്ഷെ നിലവിൽ നിങ്ങൾ അവരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ ഒരു കോൾ ചെയ്യുന്നുണ്ടായിരിക്കില്ല, മെസ്സേജ് ചെയ്യുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അവരെ കുറിച്ച് സംസാരിക്കുന്ന കോമൺ ഫ്രണ്ട്സ് പോലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. പക്ഷേ അവരുടെ ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അവരുടെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ വളരെ റാൻഡം ആയിട്ട് അവരുണ്ടായിരുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്ന എനർജി ഉണ്ടായിരിക്കും. സോ അത്തരത്തിലുള്ള ഒരു എനർജി ഫീൽ ചെയ്യാം. ഇങ്ങനെ അവരെ ചുറ്റിപ്പറ്റിയുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി വിത്തൗട്ട് കോണ്ടാക്ട്, അവരുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ല, മെസ്സേജ് ഇല്ല, കോൾ ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് അവരുടെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു സൈൻ. അതുപോലെ മറ്റൊരു പോസിറ്റീവായ സൈനാണ് റാൻഡം ആയിട്ടുള്ള ഏതെങ്കിലും സോങ്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഒക്കെ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ,
അല്ലെങ്കിൽ നിങ്ങളൊരു പ്ലേസ് സന്ദർശിക്കുകയാണ്. സോ അവിടെ നിങ്ങൾ എത്തുന്ന സമയത്ത് അവരെക്കുറിച്ച് ഓർമ്മ വരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് അവരെക്കുറിച്ച് ഓർമ്മിക്കുന്നു. ഇത്തരത്തിൽ റാൻഡം ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അവരെ കണ്ടിന്യൂസ് ആയി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ അതാണ് പോസിറ്റീവായിട്ടുള്ള മറ്റൊരു സൈൻ. നിങ്ങൾക്ക് ആ ഒരു റീയൂണിയൻ പോസിബിൾ ആണ് എന്നുള്ളതിൻ്റെ. ആൻഡ് നെക്സ്റ്റ് ക്ലിയർ ആയ മറ്റൊരു സൈൻ ആണ് അൺഎക്സ്പെക്റ്റഡ് വേയിലൂടെ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത്. ഒരു പക്ഷേ നിങ്ങൾ തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല, അങ്ങനെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വഴിയിലൂടെ അവരുടെ കോണ്ടാക്ട് വീണ്ടും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ലഭിക്കും. അത് ഏത് രീതിയിലും ആയിരിക്കാം, നിങ്ങൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വേയിൽ തന്നെ ആയിരിക്കില്ല. ചിലപ്പോൾ കോമൺ ഫ്രണ്ടിനെ കണ്ടുമുട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം അവരിലേക്ക് പെട്ടെന്ന് വരികയും അത് റിലേറ്റഡ് ആയി നിങ്ങളോട് ചോദിക്കുകയായിരിക്കാം. ഇത്തരത്തിൽ റാൻഡം ആയി അല്ലെങ്കിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയ ഏതെങ്കിലും രീതിയിലേ അവരുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതാണ് നെക്സ്റ്റ് മറ്റൊരു പോസിബിൾ ആയിട്ടുള്ള സൈൻ. ആ ഒരു റീയൂണിയൻ പോസിബിൾ ആണ് എന്നുള്ളതിൻ്റെ. ആൻഡ് ഫൈനലി നമുക്ക് എല്ലാ ആളുകൾക്കും ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗട്ട് ഫീൽ ഉണ്ടായിരിക്കും. ഇന്നത് ചെയ്യാം, അല്ലെങ്കിൽ ഇന്നത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് നടക്കാൻ പോകും, അല്ലെങ്കിൽ ഇത് നടക്കും. ഇങ്ങനെ നമുക്ക് എല്ലാ ആളുകൾക്കും അങ്ങനെയുള്ളൊരു തോന്നല് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കും, ചില ആളുകൾ അത് മൈൻഡ് ചെയ്യില്ല. സോ ഇത്തരത്തിൽ നിങ്ങളുടെ ഗട്ട് ഫീല് നിങ്ങൾക്ക് നിലവിൽ തന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ആ ഒരു റീയൂണിയൻ പോസിബിൾ ആണ്. നിലവിലുള്ള സെപ്പറേഷൻ അതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ ആണ്. തീർച്ചയായിട്ടും പാച്ചപ്പിന് പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ വീണ്ടും കണ്ടുമുട്ടും, ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവായ രീതിയിലാണ് നിങ്ങൾക്ക് ഒരു ഇൻഡ്യൂഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഗട്ട് ഫീൽ എന്ന് പറയുന്ന ഒരു കാര്യം ഇത്തരത്തിലാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് പോസിറ്റീവായിട്ടുള്ള മറ്റൊരു സൈൻ. റീയൂണിയൻ പോസിബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ. ഇത്രയും സൈൻസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയി എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം നിങ്ങൾ ഇപ്പോൾ നിലവിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അതിന് കഴിയും എന്നുള്ളത് സ്വയം നിങ്ങൾക്ക് തന്നെ ഉറപ്പിക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് സയൻസ് ആണ്. ഈ സയൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ യെസ് ഐ മാനിഫെസ്റ്റിംഗ് എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്